എല്ലാ കൂട്ടുകാർക്കും ഏറ്റുമാനൂരപ്പൻ ഭക്തൻ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂരപ്പന്റെ പാദങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇത് മഹാദേവന്റെ രൂപങ്ങളെ പറ്റിയും അവൻ ഭക്തനെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതിനെ പറ്റിയും വിശദീകരിക്കുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്. മഹാദേവന്റെ മഹത്വം പറയാൻ ഒരു ആയുസ് പോലും മതിയാകില്ല. അത്രയേറെ ആഴമുള്ളതാണ് ശിവതത്വം. മഹാദേവനെ കുറിച്ചുള്ള ഇനിയും നിരവധി ഭാഗങ്ങൾ ഉടൻ വരും. ദയവായി അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. മഹാദേവന്റെ തുടക്ക വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ മഹാദേവന്റെ ഭസ്മധാരണം, തൃശൂലം എന്നിവയുടെ പ്രത്യേകതകൾ വിശദീകരിച്ചിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ അംശാവതാരങ്ങളെക്കുറിച്ചും ചെറിയ വിശദീകരണം നൽകിയിരുന്നു. കഴിഞ്ഞ വീഡിയോയിലെ പ്രസക്തമായ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഭസ്മധാരണം. മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നത് ശ്മശാനത്തിലാണ്. എന്നാൽ അവിടെയും മഹാദേവന്റെ സാന്നിധ്യവും സഹായഹസ്തവും നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിന്റെ അവസാനം പോലും ഭയപ്പെടേണ്ടതില്ല എന്ന് പഠിപ്പിക്കുന്നതാണ് ഭസ്മധാരണം. അടുത്ത തൃശൂലം. 3 അവസ്ഥകളുടെ, അതായത് സൃഷ്ടി, സ്ഥിതി, ലയം, 3 കാലങ്ങളുടെ, ഭൂതകാലം, വർത്തമാനകാലം, ഭാവി, 3 ഗുണങ്ങളുടെ സത്വം, രജസം, തമസം എന്നിവയുടെയും അധിപനാണ് ശിവൻ എന്ന സത്യത്തിന്റെ പ്രതീകമാണ് തൃശൂലം. മഹാദേവൻ അറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ഈ ലോകത്തിൽ മാത്രമല്ല, 14 ലോകങ്ങളിലും അവന്റെ സാന്നിധ്യമുണ്ട്. ഈ ലോകങ്ങളെക്കുറിച്ച് വിശദമായ മറ്റൊരു വീഡിയോ ഉടൻ ചെയ്യുന്നതായിരിക്കും. തുടർന്ന് കാണുക. ശിവൻ ഒരു ദൈവം മാത്രമല്ല, ശിവൻ ഒരു അനുഭവമാണ്. അവനെ മനസ്സിലാക്കാൻ വാക്കുകൾ പോരാ. അവന്റെ ചിഹ്നങ്ങളാണ് നമ്മളോട് സംസാരിക്കുന്നത്. അവ മനസ്സിലാക്കിയാൽ ജീവിതം തന്നെ മാറും. ഒരു നിമിഷം മഹാദേവനെ സ്മരിച്ചുകൊണ്ട് ഓം നമഃ ശിവായ എന്ന് 3 തവണ മന്ത്രിക്കുക. മനസ്സ് ശാന്തമാകട്ടെ, ചിന്തകൾ നിലയ്ക്കട്ടെ. ഇനി 3 ചിഹ്നങ്ങൾ, 3 പാഠങ്ങൾ. ചന്ദ്രക്കല, രുദ്രാക്ഷം, മാൻ. ഈ 3 ചിഹ്നങ്ങളും വ്യത്യസ്തമാണ്. പക്ഷേ അവ നൽകുന്ന സന്ദേശം ഒരേ ദിശയിലാണ്. ആത്മീയ വളർച്ചയിലേക്കുള്ള വഴി. ചന്ദ്രന്റെ സ്ഥാനം. ശിവന്റെ തലയിൽ തന്നെയാണ് ചന്ദ്രക്കല സ്ഥിതി ചെയ്യുന്നത്. അത് ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്. സംരക്ഷണത്തിന്റെയും കരുതലിന്റെയും പ്രതീകമാണ് അത്. ശിവൻ നമ്മെ എപ്പോഴും മേൽനോട്ടം വഹിക്കുന്നു എന്നതിന്റെ അടയാളം. അടുത്തത് മനസ്സിന്റെ പ്രതീകം ആണ് ചന്ദ്രൻ. ചന്ദ്രൻ മനുഷ്യന്റെ മനസ്സിനെ പ്രതിനിധീകരിക്കുന്നു. മനസ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ആ മനസ്സ് മഹാദേവന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ടാണ് ശിവനെ ആശ്രയിക്കുന്നവന്റെ മനസ്സ് സുരക്ഷിതമാകുന്നത്. ഒറ്റപ്പെടൽ ഒരു ഭ്രമം മാത്രം. ഒറ്റപ്പെട്ടതായി തോന്നുന്നത് ഒരു വികാരമാണ്. അത് യാഥാർത്ഥ്യമല്ല. ചന്ദ്രക്കല ശിവൻ എപ്പോഴും കൂടെയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ടവരല്ല. കാരണം മഹാദേവൻ ഒരാളെയും ഒറ്റപ്പെടാൻ അനുവദിക്കില്ല. അദ്ദേഹം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇരുട്ടിലെയും വെളിച്ചം. ചന്ദ്രൻ ഇരുട്ടിലാണ് പ്രകാശിക്കുന്നത്. അതുപോലെ ഏത് ദുഃഖകാലത്തും മഹാദേവൻ നമ്മെ കൈവിടില്ല. ഇരുട്ട് എത്ര കഠിനമായാലും വെളിച്ചം ഉണ്ടാകും. ചന്ദ്രക്കല അതിന്റെ പ്രതീകമാണ്. രുദ്രാക്ഷം. വിശ്വാസത്തിന്റെ സ്പർശം. രുദ്രാക്ഷം ശിവന്റെ കണ്ണുനീരിൽ നിന്നാണ് ജനിച്ചതെന്ന് വിശ്വാസമുണ്ട്. അതിൽ ദുഃഖവും കരുണയും ഒന്നിച്ചിരിക്കുന്നു. വേദന തന്നെ ശക്തിയാകുന്ന
സന്ദേശമാണ് ഇത് നൽകുന്നത്. രുദ്രാക്ഷം കൈവശം വെക്കുന്ന പ്രാർത്ഥന. രുദ്രാക്ഷം കയ്യിൽ പിടിക്കുന്നത് ഒരു നിശബ്ദ പ്രാർത്ഥനയാണ്. വാക്കുകൾ ആവശ്യമില്ല, സമർപ്പണം മാത്രം മതി. ശിവൻ അത് കേൾക്കുന്നു എന്നാണ് വിശ്വാസം. വഴികൾ അടഞ്ഞതായി തോന്നുമ്പോൾ, ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ മുന്നോട്ട് പോകാൻ വഴി കാണില്ല. അപ്പോൾ വിശ്വാസം തളരും. രുദ്രാക്ഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ശിവൻ വഴികൾ തുറക്കും. സമയമാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. മഹാദേവനിൽ വിശ്വസിക്കുക, മഹാദേവൻ വഴി കാണിക്കും. ശിവന്റെ കൈപ്പിടുത്തം. നമ്മൾ തളരുമ്പോൾ ശിവൻ നമ്മെ കൈപ്പിടിച്ച് നയിക്കുന്നു. നമ്മൾ കാണാത്ത വഴികൾ മഹാദേവൻ നമുക്ക് കാണിച്ചു തരുന്നു. അതുകൊണ്ടാണ് വിശ്വാസം ഉപേക്ഷിക്കരുത് എന്ന് രുദ്രാക്ഷം നമ്മെ പഠിപ്പിക്കുന്നത്. ഉള്ളിലെ ശക്തി ഉണരുന്നു. രുദ്രാക്ഷം ധരിക്കുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ഭയം പതുക്കെ കുറയുന്നു. മനസ്സ് സ്ഥിരതയിലേക്ക് പോകുന്നു. ഇത് ശിവകൃപയുടെ വിജയമാണ്. മാൻ എന്നാൽ മനസ്സിന്റെ വിജയം. മാൻ ഒരിടത്ത് നിൽക്കില്ല, എപ്പോഴും ചലനത്തിലാണ്. മനുഷ്യ മനസ്സും അതുപോലെ തന്നെയാണ്. ചിന്തകൾ നിമിഷം തോറും മാറുന്നു. ശിവൻ മാനിനെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. അത് മനസ്സിനെ നിയന്ത്രിച്ച അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനസ്സിന്റെ വിജയം. മനസ്സിന്റെ വിജയം ഇല്ലെങ്കിൽ നമ്മൾ എവിടെയും എത്തില്ല. സർവജ്ഞതയും ശാന്തതയും. ചിന്തകൾ നമ്മെ നിയന്ത്രിക്കരുത്, നമ്മൾ ചിന്തകളെ നിയന്ത്രിക്കണം. ശിവൻ സർവജ്ഞാനിയാണ്. എല്ലാം അറിഞ്ഞിട്ടും അവൻ ശാന്തനാണ്. പ്രതികരണങ്ങളിൽ നിന്ന് അവൻ സ്വതന്ത്രനാണ്. അതാണ് യഥാർത്ഥ ജ്ഞാനം. നിർവികാരതയുടെ പാഠം. വികാരങ്ങൾ മനുഷ്യനെ ദുർബലനാക്കും. ശിവൻ നിർവികാരനാണ്. അവനെ ഒന്നും അലട്ടുന്നില്ല. ഇതാണ് നമ്മൾ മഹാദേവനിൽ നിന്നും പഠിക്കേണ്ട വലിയ പാഠം. സംരക്ഷണം. ചന്ദ്രക്കല നമ്മെ സംരക്ഷിക്കുന്നു എന്ന ഉറപ്പ് നൽകുന്നു. ഭയം കുറയുമ്പോൾ വിശ്വാസം വർദ്ധിക്കും. രുദ്രാക്ഷം മഹാദേവന്റെ കൈപ്പിടുത്തമാണ്. വഴി തെറ്റാതെ മുന്നോട്ട് പോകാൻ അത് സഹായിക്കുന്നു. ഇരുട്ടിൽ വെളിച്ചമായി അത് പ്രവർത്തിക്കുന്നു. മനസ്സിനെ ജയിച്ചാൽ ലോകം ജയിച്ച പോലെ. ഇതാണ് ശിവദർശനത്തിന്റെ സാരം. ശിവൻ ഉള്ളിലുണ്ട്. ശിവനെ തേടി ദൂരെ പോകേണ്ട, അവൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ചിഹ്നങ്ങൾ അത് ഓർമ്മിപ്പിക്കുന്നു. ആത്മപരിശോധനയിലാണ് ശിവൻ വെളിപ്പെടുത്തുന്നത്. ദൈനംദിന ജീവിതത്തിലും അവ പ്രയോഗിക്കണം. സംരക്ഷണം, വിശ്വാസം, മനസ്സിന്റെ നിയന്ത്രണം. ഇതാണ് ശിവപാത. ശിവസ്മരണം. ശിവനെ ഓർക്കുന്നത് ഒരു ചടങ്ങല്ല, ഒരു അവസ്ഥയാണ്. ഓരോ ശ്വാസത്തിലും ശിവൻ ഉണ്ടാകണം. അത് തന്നെയാണ് യഥാർത്ഥ ഭക്തി. ശിവൻ നമ്മോട് ഒന്നും ആവശ്യപ്പെടുന്നില്ല. അവൻ നമ്മെ മാറ്റാൻ ശ്രമിക്കുന്നുമില്ല. നമ്മൾ സ്വയം മാറാൻ അവൻ അവസരം നൽകുന്നു. അത് തന്നെയാണ് ശിവകൃപ. അടുത്ത വീഡിയോയിൽ മഹാദേവന്റെ നാഗങ്ങൾ, ഢമരു, നന്ദികേശൻ എന്നിവയെ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വിശദമായി പറയുന്നതാണ്. കൂടാതെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ദേവിമാരുടെ വിവാഹത്തെപ്പറ്റി പറഞ്ഞിരുന്നത് ഓർമ്മിക്കുമല്ലോ. അതിനെ സാധൂകരിക്കുന്ന ഒരു കഥ ശിവപുരാണത്തിൽ നിന്നും എടുത്ത് വീഡിയോ ആയി വൈകാതെ പ്രസിദ്ധീകരിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും എന്റെ ഹൃദയത്തിൽ നിന്നും ഏറ്റുമാനൂരപ്പന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഏറ്റുമാനൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു.